നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ മുൻ ADM മരിച്ചതുമായി ബന്ധപ്പെട്ട ഇന്ന് സുപ്രധാന വിധിയാണ് കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം തുടക്കം മുതൽ തന്നെ നവീന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അറസ്റ്റിലായപ്പോൾ അവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത കുടുംബം കേരള പോലീസിന്റെ അന്വേഷണത്തിലെ അതൃപ്തി കോടതിയിൽ വാദത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. മറ്റൊരു ഏജൻസി അന്വേഷണത്തിൽ വന്നാൽ അവർക്ക് മതിയായ തെളിവുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ രാജ്യത്തെ മുൻനിര അന്വേഷണ ഏജൻസിയായ CBI സംസ്ഥാന സർക്കാരിന് എന്നും അപ്രിയമാണ്. CBI കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യം നടപ്പാക്കുന്ന ഏജൻസിയാണെന്നും കൂട്ടിലടച്ച തത്തയാണെന്നുമുള്ള സർക്കാർ നിലപാട് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. CBI അല്ല അന്വേഷണത്തിൽ അവസാന വാക്കെന്നാണ് CPMന്റെയും നിലപാട്. ഇതോടെ കേരളത്തിലെ കോളിളക്കമുണ്ടാക്കിയ കേസുകളിൽ CBI അന്വേഷണമെന്ന ആവശ്യത്തെ കോടതിയിൽ എതിർക്കുകയാണ് സർക്കാർ. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ഭാര്യയുടെ ഹർജിയിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു സർക്കാർ നിലപാടെടുത്തത്. പക്ഷെ മറിച്ചൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് കേരളവും നവീൻ ബാബുവിന്റെ കുടുംബവും ആഗ്രഹിക്കുന്നത്. ദിവ്യയ്ക്ക് ജാമ്യം ആദ്യം നിഷേധിച്ചപ്പോൾ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുന്നെന്ന കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ പിന്നീട് തെറ്റുകയായിരുന്നു. നവീന്റെ സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നിരാകരിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് തെളിവുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് വന്നത്. നവീന്റെ ഭാര്യ മഞ്ജുഷ് ഇക്കാര്യം ഉന്നയിച്ച് കണ്ണൂർ കോടതിയിൽ കേസും ഫയൽ ചെയ്തു. CCTV ദൃശ്യങ്ങൾ, കോൾ വിശദാംശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കണമെന്നായിരുന്നു ആവശ്യം. ഈ ഹർജിയിൽ നടന്ന വാദത്തിലും മറ്റൊരു ഏജൻസിയുടെ ആവശ്യകത കുടുംബത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു. കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരു ഏജൻസി വന്നാൽ തെളിവുകൾ ഇല്ലാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക എന്നാണ് അന്ന് ചൂണ്ടിക്കാണിച്ചത്. ഈ കേസിന്റെ വിധിയാണ് ഇന്ന് വരുന്നത്. അന്വേഷണത്തിലെ പാളിച്ച തുടരുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് CBI എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ജനുവരി 6 വരെ ഹൈക്കോടതി അവധിയാണ്. വാദം കേട്ട ശേഷം ഈ ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന പരാതിയിൽ ആവശ്യം കേട്ടുകേൾവി പ്രകാരമുള്ളതാണെന്ന നിലപാട് പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്നതെന്നാണ് വിവരം. നവീൻ ബാബു മരിച്ച വാർത്ത പുറത്തു വന്ന ദിവസം ചാനലുകളിലൂടെയാണ് പ്രശാന്തൻ കൈക്കൂലി ആരോപണം പുറത്തുവിട്ടതെന്ന വസ്തുത കണക്കിലെടുക്കാതെയാണ് പോലീസിന്റെ ഈ നിലപാടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചകളൊന്നുമില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. അതിനാലാണ് CBI അന്വേഷണത്തിനുള്ള സാഹചര്യമില്ലെന്ന് കോടതിയെ അറിയിച്ചത്. മരണം കൊലപാതകമാണെന്ന ആരോപണം പോലീസ് പരിശോധിക്കും. CBI അന്വേഷണം വേണമെന്നതിൽ സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസ് ഡയറി ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം തള്ളിയിരുന്നു. അതേസമയം ADM കേസ് അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI കോടതിയെ അറിയിച്ചിരുന്നു. അത് തടയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇവിടെ വിവാദങ്ങളും വേട്ടക്കാരനെ പഠിച്ച പണി 18 പയറ്റി രക്ഷിക്കാനുള്ള തന്ത്രങ്ങളും മെനയുമ്പോഴും കാരുവള്ളി വീട്ടിൽ സങ്കടത്തിന്റെ കാർമേഘം ഇപ്പോഴും പെയ്തൊഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. നാടിനും വീടിനും പ്രിയങ്കാരനായ നവീൻ ബാബുവിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാനാകാതെ തളർന്നിരിക്കുന്ന കുടുംബത്തിന് ആശ്വാസമായി പ്രിയപ്പെട്ടവരുടെ സ്നേഹവാക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ പാർട്ടിയെയും ഇപ്പോൾ കാണാനില്ല. ഒക്ടോബർ 15 പുലർച്ചെയാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്ന് നടന്ന യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തനിക്കെതിരെ ഉന്നയിച്ച വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും ആരോപണങ്ങളും അദ്ദേഹത്തെ തളർത്തിയിരുന്നു. അന്ന് രാത്രി പത്തനംതിട്ടയ്ക്ക് വരാനിരുന്ന നവീൻ ബാബു ട്രെയിൻ കയറിയിരുന്നില്ല. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ അതിരാവിലെ തന്നെ ഭാര്യ മഞ്ജുഷയും മക്കളും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്നാൽ മലബാർ എക്സ്പ്രസ് വന്നുപോയിട്ടും നവീനെ കാണാതായതോടെ മഞ്ജുഷ സുഹൃത്തുക്കളെ വിവരം അറിയിക്കുകയും അവർ നടത്തിയ അന്വേഷണത്തിൽ മരണവിവരം പുറത്തറിയുകയുമായിരുന്നു. എന്നാൽ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് മാത്രമായി മാറുന്നുവെന്ന ആക്ഷേപമുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തനിക്ക് ക്ഷണമില്ലാത്ത യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് കടന്നുവന്ന് കളക്ടർ അടക്കമുള്ള വേദിയിൽ നവീനെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. എന്നാൽ കളക്ടറും ദിവ്യയെ എതിർത്തില്ല. കളക്ടർക്കെതിരെയും അന്വേഷണം വേണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. TV പ്രശാന്തൻ നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതിന് തെളിവില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവന്ന പ്രശാന്തന്റെ മൊഴിക്കപ്പുറം തെളിവില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്.
കൈക്കൂലി കൊടുത്തെന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തിനെതിരെ കേസെടുക്കാനും വകുപ്പില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. തെളിവ് ഹാജരാക്കാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ SP ആണ് അന്വേഷണം നടത്തിയത്. എന്നാൽ പ്രശാന്തിന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. സ്വർണം പണയം വെച്ചത് മുതൽ ADMന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നതുവരെയുള്ള മൊഴികളിൽ തെളിവുണ്ട്. എന്നാൽ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിന് തെളിവില്ല. ഒക്ടോബർ 5-ന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്തൻ കൈമാറിയിരുന്നു. ഒക്ടോബർ 6-ന് പ്രശാന്തന് നവീൻ ബാബു 4 തവണ ഫോണിൽ സംസാരിച്ചു. ഈ വിളികൾക്കൊടുവിലാണ് പ്രശാന്തൻ നവീൻ ബാബു കൂടിക്കാഴ്ച നടക്കുന്നത്. ഒക്ടോബർ 8-ന് പെട്രോൾ പമ്പിന് NOC ലഭിച്ചു. കൈക്കൂലി കൊടുത്തെന്ന കാര്യം ഒക്ടോബർ 10-നാണ് വിജിലൻസിനെ അറിയിച്ചത്. ഒക്ടോബർ 14-ന് വിജിലൻസ് CA പ്രശാന്തന്റെ മൊഴിയെടുത്തു. അന്ന് വൈകിട്ടായിരുന്നു വിവാദ യാത്രയയപ്പ് യോഗം നടന്നത്. വിജിലൻസ് DYSPക്ക് അന്ന് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രശാന്തിന്റെ മൊഴിയുടെ കാര്യം നവീൻ ബാബുവിന് അറിയില്ലായിരുന്നു. ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നതും. ഏതായാലും ഇന്ന് സുപ്രധാനമായിട്ടുള്ള വിധിയാണ് വരുന്നത്. CBI അന്വേഷണം വരണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെയും കേരളത്തിന്റെയും ആഗ്രഹം. എന്നാൽ എന്ത് വില കൊടുത്തും അതിനെ തടയുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനും നിലവിലുള്ളത്.